If you give 6 to 8 months നല്ലോണം ഡെഡിക്കേറ്റഡ് ഇറ്റ്സ് ആൻ ഈസി എക്സാം. സോ ഡേറ്റിംഗ് സീൻ എങ്ങനെയായി ആ ഡേറ്റിംഗ് സീൻ ഇപ്പോ ഞാനിങ്ങനെ പറയാനാ ഹൗ ടഫ് ഇസ് ടു ഗെറ്റ് ഇൻ ടു IIM ബാംഗ്ലൂർ? പറയാൻ പറ്റുമോ, ലൈക്ക് നോൺ എഞ്ചിനീയേഴ്സിന് കുറച്ചുകൂടെ കുറവ് മാർക്ക് മതി, എഞ്ചിനീയേഴ്സിന് കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് വേണം. പേരെന്താ? എങ്ങനെയുണ്ട് നിങ്ങളെ കോളേജ് ലൈഫ്? സെപ്റ്റംബറിലെങ്കിലും പഠിച്ചു തുടങ്ങിയാൽ എന്തെങ്കിലും ഒരു രക്ഷ ഉണ്ടാവും. നവംബറിലെ എക്സാമിന് സെപ്റ്റംബറിൽ നമ്മൾ എന്നുള്ളത് ആക്ച്വലി ഒരു ഭയങ്കര റയറസ്റ്റ് സ്പോട്ടിലാണ്, IIM ബാംഗ്ലൂർ. ഇതാണ് ഗൈസ് IIM ബാംഗ്ലൂർ. സോ ഈ ഒരു സെഷനിലൂടെ നമ്മൾ എന്താ, ഈ ഷോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് IIM ബാംഗ്ലൂർ എന്താ, കോളേജ് ടൂർ ലൈഫ്, IIM ബാംഗ്ലൂരിലെ ഒരു ലൈഫ് എന്താന്ന് പറയാൻ പോകുന്നത്. സോ എൻ്റെ കോളേജിലെ ഏറ്റവും ബെസ്റ്റായ ഒരു സീനിയർ ഉണ്ട്, ഗോകുൽജി എന്ന് പറയും. അപ്പോൾ അദ്ദേഹമാണ് നമ്മളെ ഇവിടെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ആക്ച്വലി ഇദ്ദേഹം SRCC കഴിഞ്ഞ് DSHOയിൽ വർക്ക് ചെയ്തു. DSHOയിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റായി വർക്ക് ചെയ്തിട്ട് 1 year വർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് CAT എഴുതി നല്ല റാങ്ക് അടിച്ച് IIMBയിൽ കയറി. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ ഇന്റേൺഷിപ്പ് ക്രാക്ക് ചെയ്തു. അതും ടോപ്പ് ലെവൽ ഇന്റേൺഷിപ്പാണ് ക്രാക്ക് ചെയ്തത്. ഇൻട്രോ എന്താ ഹായ് ഹലോ അത്ര മതി. വെൽക്കം ടു അവർ ക്യാമ്പസ്. ഒരു ഇൻഫോർമൽ ക്യാമ്പസ് ടൂർ. ഇത് നമ്മളെ ടിപ്പിക്കൽ വീഡിയോ പോലെ ഒൺലി ലെക്ചർ ആയിരിക്കില്ല. സോ നമുക്ക് നോക്കാം. ഓപ്പൺ എയർ ഓഡിറ്റോറിയം. ഇവിടെയാണ് നമ്മുടെ കോൺവൊക്കേഷൻ ഒക്കെ നടക്കുന്നത്. കോൺവൊക്കേഷന്റെ കുറച്ച് ഫോട്ടോസ് അവിടെ കാണിച്ചു തരാം. ഓക്കെ, ലാസ്റ്റ് കോൺവൊക്കേഷന്റെ ഫോട്ടോ ഏതാ? ഓ, ഇവിടെ ചീഫ് ഗസ്റ്റ് ഒക്കെ ആരാ? ഇത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണോ? കാണാൻ അതുപോലെ ഉണ്ടല്ലോ. അല്ലല്ലേ? ഓക്കെ, സോറി ഗൈസ്. അംബാനി, ഓ മോട്ടബായി, എന്തല്ലേ ഫുൾ അംബാനി സ്പോൺസർ ചെയ്തതാണ് ഈ വോളെന്ന് തോന്നുന്നു. ശരിക്കും അംബാനിക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുമോ? വോളൊക്കെ ഇവിടെ പറ്റില്ലല്ലേ? ഓക്കെ, ഫണ്ടിങ്. ഇത് ഇവിടുത്തെ മെസ് ഏരിയ, ഇതാണ് ഓൾഡ്. സോ ആസ് ഓഫ് നൗ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഒക്കെ വന്ന ടൈമാണ്. ഇപ്പോ CAT കഴിഞ്ഞ് കയറിയ സ്റ്റുഡൻസ് എക്സൈറ്റ്മെന്റിൽ കാണുന്നുണ്ട്. ആവാൻ പോകുന്നത് അവർക്ക് കുറച്ചു പേർക്ക് അറിയാം, കുറച്ചു പേർക്ക് അറിയില്ല. ഓക്കെ, പക്ഷെ അത്യാവശ്യം ഇവര് വരുമ്പോ ഒരു ഫസ്റ്റ് വീക്ക് അത്യാവശ്യം നല്ല ഹെക്ടിക് ആണ് വിത്ത് റെസ്പെക്ട് ടു ഓറിയന്റേഷൻ ആണോ. അത് കഴിഞ്ഞിട്ട് ഒരു 1-2 ആഴ്ച കുറച്ച് ചില്ലാവുമ്പോ അവർ വിചാരിക്കും ഗ്രേറ്റ്, ഇത് നല്ല അടിപൊളി ലൈഫാണ്. ബട്ട് സ്റ്റാർട്ടിങ് ഫ്രം മേ ബി നെക്സ്റ്റ് വീക്ക്, അത് തൊട്ടൊരു നവംബർ വരെ, നവംബറിലാണ് നമ്മുടെ സമ്മർ ഇന്റേൺഷിപ്പ് പ്ലേസ്മെന്റ്. ഫ്രഷർ ആയി ഇവിടെ കയറുമ്പോ സ്ട്രഗിൾ ഉണ്ടാവൂലേ? അതായത് മൊത്തത്തിലൊരു കോർപ്പറേറ്റ് ബി സ്കൂൾ വൈബ് അറിയാത്തവര് വരുമ്പോ ഇറ്റ് ഡിപ്പെൻസ്. ചില സ്ഥലങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ചില സമയത്ത് എന്താ പറയാ, ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഈ പ്രഷർ ചിലപ്പോ ചില ആൾക്കാരൊക്കെ കോർപ്പറേറ്റിനെ കുറച്ച് റൊമാൻറ്റിസൈസ് ചെയ്യും. അവർക്ക് അതിന്റെ റിയാലിറ്റി അറിയത്തില്ല. പക്ഷെ വർക്ക് എക്സ് 90K സബ്സ്ക്രൈബേഴ്സ് എഡ്യൂക്കേഷൻ ചാനൽ, അതുകൊണ്ടാണ് ഈ ഒരു സെഷൻ എടുക്കുന്നത്. കുട്ടികൾക്ക് ഭയങ്കര മോട്ടിവേഷൻ ആവും നിങ്ങൾ ഇതില് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റർ? ഇൻസ്റ്റാഗ്രാമിൽ മാത്രം. ഓ, എത്ര സബ്സ്ക്രൈബേഴ്സ്, ഫോളോവേഴ്സ്? വളരെ കുറച്ചുള്ളൂ. പക്ഷെ എല്ലാ വീഡിയോസിനും നല്ല റീച്ച് ഉണ്ട്. KK, ഓ മാഷാഅല്ലാഹ്, വെരി ഗുഡ്. ധീരജ്, നീ പറയൂ, ഹൗ ഇറ്റ് ഈസ് ടു ബി എ കണ്ടന്റ് ക്രിയേറ്റർ ഇൻ IIM ബാംഗ്ലൂർ ഇൻ എ ബി സ്കൂൾ? എത്രത്തോളം ഫ്രീഡം? കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇവിടെ അത്യാവശ്യം കുറവാണ്. അപ്പൊ അത് കാരണം അത്യാവശ്യം ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ. കുറച്ചുപേര് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുന്നവര്. ടൈമാണ് ഏറ്റവും വലിയ പ്രശ്നം. സോ ഈ IIMന്റെ ഒക്കെ ലൈഫ് വീഡിയോയിൽ കാണാനും ഇതൊക്കെ ഭയങ്കര ക്രേസ് ആണ് ആൾക്കാർക്ക്. കുട്ടികളെ എങ്ങനെ ഇവിടെ ജീവിക്കുന്നു എന്നൊക്കെ അറിയാൻ. പക്ഷെ അതിന്റെ അതർ സൈഡ്, അതല്ല, ഇപ്പൊ അവന് ടൈം വേണ്ടേ ഉണ്ടാക്കാൻ. നമ്മള് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും, പിന്നെ എന്തെങ്കിലും കുട്ടിക്കായിട്ട് എന്തെങ്കിലും വരുമ്പോ നമ്മളത് വിട്ടുപോകും. കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാനൊക്കെ ഇച്ചിരി പട ചെയ്യുന്നവരുണ്ട്, നമ്മുടെ സീനിയേഴ്സിലൊക്കെ ഉണ്ടാകും. പക്ഷെ പൊതുവെ കുറവാണ്. ഞാനിതുകൊണ്ട് കുറച്ച് ബിസി, അതുകൊണ്ട് എപ്പോഴും വീഡിയോ ഇടാതെ. ധീരജ് ഇനി എക്സ്ചേഞ്ചിന് പോകുമ്പോ വീഡിയോസ് കൺസിസ്റ്റന്റ് ഇടും. ധീരജിന്റെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ടാഗ് ചെയ്യും, ലിങ്ക്ഡിനും ടാഗ് ചെയ്യും. ഇതില് ഫീച്ചറായ എല്ലാവരും നമ്മളോട് ടാഗ്. ഇവിടെയാണ് 3 Idiotsലെ ബ്രോക്കൺ എഗ്സ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞത്. പക്ഷെ ശരിക്കും ഇത് കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡ് തന്നെയാണ് കേട്ടോ. മൊത്തത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. ഇപ്പോൾ ആക്ച്വലി ഗോകുലേട്ടനൊക്കെ ഫസ്റ്റ് ഇയർ നന്നായി കഷ്ടപ്പെട്ട് ഇന്റേൺഷിപ്പ് എടുത്ത്
എന്നിട്ട് അതിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അപ്പൊ സെക്കൻഡ് ഇയറിൽ ഗോകുലായിട്ട് കളിച്ച് നടക്കുക. ഈ നടക്കുന്ന കണ്ടില്ലേ? ആ ഈ ഡേർട്ടി ജോക്സ് അല്ല, ബട്ട് സ്റ്റിൽ എൻജോയ് ചെയ്ത് നടക്കുക എന്നാണ് മാത്രമാണ് ഐ ഉദ്ദേശം. മീൻ കമ്പാരിറ്റീവ്ലി Yeah. ചില്ലാണ് ഫസ്റ്റ് ഇയറിനെക്കാളും. ഫസ്റ്റ് ഇയറിനെക്കാളും. ഹോസ്റ്റൽസ് എങ്ങനെ ഗൂഗിളേട്ടാ? റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടോ? ആർക്കും വരാൻ പറ്റുമോ? സോ നമ്മൾക്ക് പേഴ്സേ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ലൈക്ക് എന്താ ജസ്റ്റ് ID കാർഡ് ടാപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇവിടെ കുറെ പൂച്ചകളുണ്ട്. ഒരുപാട് പൂച്ചകൾ. ഇപ്പൊ പേടിച്ചു. ഈ പൂച്ച ഭയങ്കര സൊമാലിയിൽ നിന്ന് വന്ന പോലെയാണല്ലോ. ഇതിനാർക്കും തിന്നാൻ കൊടുക്കാറില്ല. ഫുഡൊക്കെ കൊടുക്കോടാ. ഇതോടെ നൈറ്റ് ക്യാൻറ്റീൻ അല്ലേ? ഇതോടെ തന്നെ കൊടുക്കും. ഓക്കെ. അപ്പൊ ചലോ, ഇവിടെ ആക്ച്വലി കുറെ സെക്യൂരിറ്റി റീസൺസ് അങ്ങനത്തെ കാര്യങ്ങളാണ് എൻട്രി കുറച്ചുകൂടെ റെസ്ട്രിക്റ്റീവ് ആക്കിയത്. ഇപ്പൊ ഇവിടെ ഇൻഫാക്ട് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് പെർസെ വന്നാൽ തന്നെ അതിൽ ഒരുപാട് ഡിസെന്റ് ഉണ്ടാവും. നമ്മള് വിൽ ട്രൈ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ്. ചിലതൊക്കെ വർക്ക്ഔട്ട് ആവും, ചിലതൊന്നും വർക്ക്ഔട്ട് ആകത്തില്ല. ഇപ്പൊ ആക്ച്വലി പുതിയ പിള്ളേർ വന്നോണ്ട് ട്രയൽസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ടീമിന്റെ ട്രയൽസ്. അതാണ് ഇപ്പൊ നോക്കുമ്പോ ഓരോ അവിടെ ഫുട്ബോളിന്റെ കുറെ നടക്കുന്നുണ്ട്. ഇവിടെ ഫ്രിസ്ബി നടക്കുന്നത്. ഫ്രിസ്ബി നല്ല ഫ്രിസ്ബി എന്താ ഗെയിം? ഫ്രിസ്ബി അത് ആക്ച്വലി മറ്റേ അമേരിക്കൻ ഫുട്ബോൾ അല്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പ് ആണ്. പക്ഷെ മറ്റേ ഇങ്ങനെ ഫ്രിസ്ബി എറിയണം അതേ സാധനം കണ്ടില്ല അവര് പ്രാക്ടീസ്. അതാണ്. പിന്നെ നോ കോണ്ടാക്ട് ഗെയിം ആണ്. ബൂമറാങ് എറിയുന്ന പോലെ. എന്നൊരു ഫൗളായ നമ്മൾ സംസാരിച്ച് തീർക്കണം. അങ്ങനത്തെ ഒരു നല്ല ഇടിച്ചു തീർക്കാൻ പറ്റില്ല. നോ കോണ്ടാക്ട് ഗെയിം ആണ്. ഇതാണ് IIM ബാംഗ്ലൂരിലെ ഗ്രൗണ്ട്. അപ്പോ സ്ട്രെസ് അടിച്ചിരിക്കുന്നവരൊക്കെ ഇവിടെ ഓരോ ബെഞ്ചിലിരിക്കും. അതേപോലെ കപ്പിൾസും വന്നിരിക്കും. ഡേറ്റിംഗ് സീൻ എങ്ങനെയാ? ഡേറ്റിംഗ് സീൻ ഇപ്പോ ഞാനിങ്ങനെ പറയാനാ, മൊത്തത്തിൽ നമ്മുടെ SRCC വൈബാണോ അതോ? SRCC വൈബ് ഒന്നുമല്ല. SRCCയിലെ ഇവിടെ ഐ മീൻ എനിക്ക് അറിയത്തില്ല, എനിക്കങ്ങനെ എക്സ്പീരിയൻസ്, ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണ്. ബട്ട് ഇവിടെ ഉള്ളവരിപ്പോ ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ബി എ ബിറ്റ് മോർ സീരിയസ്. കാരണം കുറച്ചുകൂടെ ഒരു ഇവിടുത്തെ ആവറേജ് ഏജ് തന്നെ 25 ഒക്കെയാണ്. സോ യു ആർ ഗെറ്റിംഗ് കമ്മിറ്റഡ്. അപ്പൊ ഒരു വൈഫ് തെരഞ്ഞു ഹസ്ബൻഡ് അങ്ങനെ ആവാതിരിക്കും. ഞാൻ ആക്ച്വലി അത് കമന്റ് ചെയ്യുന്നില്ല, എനിക്ക് അറിയത്തില്ല. സോ ഫസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഹൗ ടഫ് ഇസ് ടു ഗെറ്റ് ഇൻ ടു IIM ബാംഗ്ലൂർ? മൊത്തത്തിൽ IIM ടോപ്പ് ബ്ലാക്ക് IIM. ഒരു ഓൺ ആൻ ആവറേജ് നമ്മളിപ്പോ എന്താ ഒരു 2,30,000 ആപ്ലിക്കൻസ് ഉണ്ടാവാറുണ്ട് ജനറലി കാറ്റില്. ആൻഡ് നൗ ഇപ്പോ ഈ ലേ ഓഫ്സും മാർക്കറ്റ് കണ്ടീഷനും കാരണം ജനറലി നമ്പർ കൂടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് say there are 1,80,000 whatever serious aspirants are there. And ഇപ്പൊ നിങ്ങൾ ബ്ലാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു സേ ഓൺ ആൻ ആവറേജ് 500 സീറ്റ് പെർ കോളേജ് ഉണ്ടെങ്കിൽ 2,500 സീറ്റ്സ് ഇൻ ഓൾ കോളേജസ്. ഓരോ വർഷവും നിങ്ങൾക്ക് ആവശ്യമുള്ള പെർസെൻറ്റേജ് മാറും ഫോർ ഷുവർ. ആൻഡ് ആക്ച്വലി ഇപ്പോൾ എന്താ പറയുക, ഏതെങ്കിലും എന്താ പറയുക, ഒരുപാട് യൂട്യൂബ് വീഡിയോസിൽ ഇങ്ങനെ പറയാറുണ്ട്, സേ യു ഗെറ്റ് X പെർസെൻറ്റൈൽ യു വിൽ ഗെറ്റ് ഇൻ ടു എന്താ പറയാ IIMABC. അത് ആക്ച്വലി കുറച്ച് മിത്താണ്. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ലൈക്ക് നമ്മുടെ പാസ്റ്റ് പ്രൊഫൈൽ, അക്കാഡമിക്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വെച്ചാണ് കോള് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബേസിക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാൽ 10th മാർക്ക് ഇത്ര വെയിറ്റ്, 12th മാർക്ക് ഗ്രാജുവേഷൻ മാർക്ക്, വർക്ക് എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട്, കാറ്റ് സ്കോർ എത്രത്തോളം ഉണ്ട്, ഇതിൻ്റെ ഒരു കോമ്പോസിറ്റ് സ്കോർ ഉണ്ടാവും. എന്നിട്ട് അവരൊരു ഓട്ടോമേറ്റഡ് മെറിറ്റ് ലിസ്റ്റ് ഇട്ടിട്ടാണ് കോള് വരുന്നത്. ഇപ്പോൾ ഞാൻ അത് വേറെ ആവുമെന്ന് പറയാൻ കാരണം, സേ ഫോർ എക്സാമ്പിൾ IIM Ahmedabad might give more weightage to 10th and 12th. IIM Calcutta gives more weightage to CAT. IIM Bangalore gives more weightage to WorkX. And ഇവിടെ ഇപ്പോൾ IIM Bangalore ആക്ച്വലി ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള കോമ്പോസിറ്റ് സ്കോർ വരുമ്പോൾ ക്വാളിറ്റി ഓഫ് വർക്ക് എക്സ് എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. ലൈക്ക് റെലവെന്റ് വർക്ക് എക്സ് ആണോ, ഫൈനാൻഷ്യൽ കൺസൾട്ടിങ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. സോ the thing is, there is no hard and fast rule that you will get this much percentile and you will definitely get a convert. ഡിഗ്രി ഏതാണ് അത് ഞാൻ പറയാൻ വിട്ടു. ലൈക്ക് നോൺ എഞ്ചിനീയേഴ്സിന് കുറച്ചുകൂടെ കുറവ് മാർക്ക് മതി, എഞ്ചിനീയേഴ്സിന് കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് വേണം. കാരണം പൂൾ ഓഫ് എഞ്ചിനീയേഴ്സ് ആർ മച്ച് മോർ ഹയർ. അപ്പൊ ഈ MBBS ഒക്കെ കഴിഞ്ഞ് വരുന്നവരുടെ അവർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടായി ഒന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല. സേ ഇഫ് യു വാണ്ട് ഐ ക്യാൻ കണക്ട് യു ടു ഡോക്ടേഴ്സ് ആൻഡ് ഓൾ ഫോർ സ്റ്റഡിങ് ഹിയർ. ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു എയിംസില് പഠിച്ചൊരു പഠിച്ച മുതൽ അയാൾ അവിടെ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ പുള്ളിക്കാർ ഇവിടെ MBA ചെയ്യുന്നുണ്ട്. സോ
എസ്പെഷ്യലി ഇപ്പോൾ ബാംഗ്ലൂരിൽ എനിക്ക് അത്രത്തോളം ഡൈവേഴ്സിറ്റി എനിക്ക് എക്സാക്ട്ലി അറിയത്തില്ല. പക്ഷേ ഇഫ് യു ലുക്ക് ഇൻ ടു അഹമ്മദാബാദ് ഈസ് ട്രൈങ് ടു ബ്രിങ് ഇൻ എ ലോട്ട് ഓഫ് ഡൈവേഴ്സിറ്റി. അതായത് ഫാഷൻ ഡിസൈനിങ് എന്ന ആൾക്കാർ വരുന്നുണ്ട്, മെഡിസിൻ എന്ന ആൾക്കാർ വരുന്നുണ്ട്, എക്സെട്ര എക്സെട്ര. ജനറലി ആൾക്കാർ എന്താ പറയുക, നമ്മൾ കാറ്റിന് പഠിക്കുമ്പോൾ വി വിൽ ഓൾവേസ് ടാർഗറ്റ് 99.5+ ഓർ വാട്ട് എവർ ഹയസ്റ്റ് പെർസെൻറ്റേജ് യു ക്യാൻ ഗെറ്റ്. ബട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളുടെ നിന്റെ പ്രൊഫൈൽ വെച്ച് നിനക്ക് 99.5 ഷുവർ ഷോട്ട് ABC കോളാണെന്ന് ട്യൂട്ടേഴ്സ് പറയുന്നു. പക്ഷെ അത് പാസ് ഡേറ്റ് വെച്ചാണ്. ഈ വർഷം 2.3 lakhs 3 lakhs ആയി ആപ്ലിക്കൻസ്. സോ യു വുഡ് നീഡ് 99.7. ആ ഒരു +-2 ആ ഒരു സ്റ്റാൻഡേർഡ് ഡിവിഷൻ വരാറുണ്ട്. സോ അതാണ് എന്താ ഹൗ ടഫ് ഇറ്റ് ഈസ് ടു ക്രാക്ക് ബ്ലാക്കി. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കാറ്റ് ഇറ്റ് സെൽഫ്. കാരണം നമ്മുടെ പാസ്റ്റ് നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. വാട്ട് എവർ ദർ ഈസ് ദ പ്രൊഫൈൽ, ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. സോ വാട്ട് എവർ പ്രൊഫൈൽ വി ഹാവ് അത് വെച്ചിട്ട് നമ്മളൊരു കാറ്റ് സ്കോർ എയിം ചെയ്യുക. ദാറ്റ്സ് ദ ഫസ്റ്റ്. സോ ഞാനൊരു ലിങ്ക്ഡിൻ പോസ്റ്റ് റീസെന്റ് വായിച്ചു. ബ്ലാക്കി IIMസിൽ കിട്ടണമെങ്കിൽ 8.5 താഴെ CGPA UGയിൽ ഉള്ളവർ ബ്ലാക്കി ടാർഗറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്, അതിന്റെ ഒരു അവസ്ഥ എന്താ? ടാർഗറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ അത് കിട്ടൂലെന്ന്. ഇറ്റ് ഈസ് പാർട്ട്ലി കറക്റ്റ്. എന്താ പറയാ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ബ്ലാക്ക് ഞാൻ പറയത്തില്ല. കാരണം there might be certain colleges who give lesser weightage to graduation. അതായത് ഇപ്പോൾ ഗ്രാജുവേഷന് ഭയങ്കര ഹൈ വെയിറ്റേജ് ആണെങ്കിൽ നിങ്ങൾക്ക് 99.9 ഒക്കെ വേണ്ടി വരും ടു ഗെറ്റ് എ കോൾ. പക്ഷേ ഇപ്പോൾ ഓരോ വർഷം ബാംഗ്ലൂരിന് ലാസ്റ്റ് ഇയർ ഗ്രാജുവേഷൻ ഒരു ക്രൈറ്റീരിയ അല്ലായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഇഫ് യു ഹാവ് ഗുഡ് കാറ്റ് പെർസെന്റേജ് യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ കോൾ, റൈറ്റ്? ഇഫ് യു ആർ ഗോയിങ് ടു റൈറ്റ് കാറ്റ് ആൻഡ് ഇഫ് യു ഫീൽ ലൈക്ക് ബ്ലാക്കിലെ എല്ലാ IIMസിനും ഗ്രാജുവേഷൻ ഹയർ വെയിറ്റേജ് ആണെങ്കിൽ ഇറ്റ് ഷുഡൻ change your decision or something. You should anyway give CAT. There is FMS anyways. There are other top tier B schools. Then there is XLRI who is at par. For that you have to give that. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. And say you get a great percentile, you might get a call. It is not impossible, but it is difficult. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, is partly true. സോ ലാസ്റ്റ് അക്കാഡമിക് പാർട്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബേബി IIMസിന്റെ അവസ്ഥ എന്താ? അവിടുത്തെ പ്ലേസ്മെന്റ്സ് നിങ്ങൾക്ക് അറിയാവുന്നത് കമ്പയർ. അവിടെ ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വന്ന് ബ്ലാക്കി കിട്ടിയില്ല, ബേബി IIMs ആണ് കിട്ടിയത്. അപ്പോൾ അവിടെ 25 ലക്ഷം എല്ലാം ഫീസ് ഏകദേശം എല്ലായിടത്തും സെയിം അല്ലേ? ബട്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എന്റെ പേഴ്സണൽ വ്യൂ പറയാമല്ലോ. ഇഫ് യു വാണ്ട് എ സോളിഡ് ആൻസർ യു ഷുഡ് ടോക്ക് ടു സമൺ ഫ്രം ന്യൂയർ ബേബി. ഇപ്പോൾ ഓൾഡ് IIM കഴിഞ്ഞാൽ നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് ന്യൂ IIMs ആണ്. ഷില്ലോങ് ഇറ്റ്സ് എ ഗ്രേ ഏരിയ. ഷില്ലോങ് എപ്പോഴും ന്യൂ ആണോ ഓൾഡ് ആണോ അങ്ങനത്തെ ഒരു കറക്റ്റ്. സെയിം ഫോർ IIM മുംബൈ, അതിപ്പോ നിറ്റിന്ന് കൺവേർട്ട് ആയതാ. ബട്ട് അത് രണ്ടും വിട്ട് ഇറ്റ്സ് എ കൺസിഡർ ന്യൂ IIMs. ന്യൂ IIMസിൽ ഇപ്പോൾ വരുന്നത് ടോപ്പ് പെർഫോമിംഗ് ലൈക്ക് ഉദയ്പൂർ, റായ്പൂർ, റാഞ്ചി എക്സെട്ര. ठीक है. അതിലിപ്പോ as far as I know, Udaipur and all is like performing excellent. If you have a decent profile and if you have not so good profile, then you should go for it. ठीक है. കാരണം ഇപ്പോൾ ഉദയ്പൂർ ഏത് ലെവലാണ്? അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാനിപ്പോൾ 2 വർഷത്തിൽ പഠിച്ചിറങ്ങുന്നു. 4 വർഷം കഴിയുമ്പോൾ ഉദയ്പൂർ ഏത് ലെവലിൽ എത്തുന്നു അതാണ് എൻ്റെ ബ്രാൻഡ്, റൈറ്റ്? ആൻഡ് ഇപ്പോൾ പോകുന്നൊരു ഗ്രോത്ത് വെച്ചിട്ട് ദേ വിൽ റീച്ച് എ വെരി ഗുഡ് ലെവൽ. സോ ആ സമയത്ത് നമ്മൾ നോക്കത്തില്ല 5 വർഷം മുമ്പത്തെ ഉദയ്പൂർ എങ്ങനെയായിരുന്നു. പക്ഷേ ഇഫ് ഐ എം ഉദയ്പൂർ അലുമിനൈ, ഐ എം അറ്റ് എ ഗുഡ് പ്ലേസ്, റൈറ്റ്? അലുമിനൈ അങ്ങനത്തെ ഒരു ലെവലാണ്. പക്ഷെ ഇഫ് യു ഹാവ് എ വെരി ഗുഡ് പ്രൊഫൈൽ ദെൻ ഐഡിയലി യു ഷുഡ് റിപ്പീറ്റ്. അത് അഗൈൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതായത് ടയർ 1 കോളേജ്, Tier 1 കോളേജ്, ഡിഗ്രി നല്ല മാർക്ക്, എക്സാക്ട്ലി നല്ല മാർക്ക്. Tier 1 കോളേജ്, ഡിഗ്രി നല്ല മാർക്ക്, 10th 12th നല്ല മാർക്ക്, നോൺ എഞ്ചിനീയർ ലൈക്ക് കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഐഡിയലി യു ഷുഡ് റിപ്പീറ്റ്. കാരണം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബ്ലാക്കി, റൈറ്റ്? ഇഫ് യു ലുക്ക് ഇൻ ടു ടോപ്പ് ടിയർ കോളേജസ്, ബ്ലാക്കി കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ നിറ്റി ഉണ്ട്, ഷില്ലോങ് ഉണ്ട്, MDA കൊടുക്കാം, SP ജെയിൻ, XLRI, FMS, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ say you reached somewhere like 96 97, next year onnu try cheyumbo again you might get the same percentile, but there's a good chance that you get a higher percentile. But provided if you're repeating, it's highly recommended you should work. ബ്രേക്ക് എടുക്കരുത്. ബ്രേക്ക് വർക്ക് എക്സോട് കൂടി ചെയ്യണം. വർക്ക് കിട്ടുന്നില്ല, അതായത് ജോബ് പ്ലേസ്മെന്റ് കിട്ടുന്നില്ലെങ്കിൽ ഇന്റേൺഷിപ്പ് എങ്കിലും ചെയ്യാം. കാരണം ഗ്യാപ്പ് എടുക്കുന്നത് എന്തെങ്കിലും പേഴ്സണൽ റീസൺ ആണെങ്കിൽ ഓക്കെ, ഇന്റർവ്യൂവിൽ കുറച്ച് ഫക്ഡ് അപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അതൊരു റൈറ്റ് പെർസെപ്ഷൻ
കൊടുക്കത്തില്ല. ഒരു ഒപ്റ്റിക്സ് മോശമാവാറുണ്ട്. സ്റ്റുഡന്റ് ക്വാളിറ്റി ബോറാന്ന് ഇന്റർവ്യൂവേഴ്സിന് തോന്നിപ്പോ. തോന്നും. ഇഫ് യു ഗീവ് 6 to 8 months നല്ലോണം ഡെഡിക്കേറ്റഡ്, ഇറ്റ്സ് ആൻ ഈസി എക്സാം. സോ ആൻഡ് കാറ്റിന്റെ സിസ്റ്റം എന്ന് തന്നെ പറഞ്ഞാൽ അത് വർക്ക് എക്സിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അപ്പോ ഒരു വർഷമൊക്കെ ബ്രേക്ക് എടുത്ത they will be like how would you handle the pressure here, right? So അത് ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ I would suggest do some internship, it's better to get some work ex. And now coming into baby IIMs growth എത്താൻ കുറച്ചുകൂടെ സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. സോ again, if you have a very good profile or even decent profile, I think you should try again. But if you don't have a very good MBA profile, അതായത് കോർപ്പറേറ്റ് എക്സ്പോഷർ ഒന്നും ഇല്ല, കാറ്റ് പെർസെന്റേജ് അങ്ങനെ ഒരുപാടൊന്നും ഇല്ല, സേ 90-ish ഒക്കെയാണ്, ആൻഡ് റിപ്പീറ്റ് ചെയ്താലും ഇഫ് യു ഫീൽ ലൈക്ക് 90 മാക്സിമം 92, 93 ഒക്കെ ആവുള്ളൂ, ബേബി ആം എടുക്കാം. ബട്ട് ഇഫ് യു ആർ ലൈക്ക് ജസ്റ്റിന് മിസ്സായി, then you should repeat. സോ അക്കാഡമിക്സ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇവിടെ നോക്ക്, ഇതാണ് 3 Idiots-ൽ ആമിർ ഖാനും ഇവരും കൂടി കള്ളുപിടിച്ച ഇരുന്ന സ്ഥലം. ഇതിന്റെ സോ 3 Idiots-ന്റെ ഭയങ്കര ഫൺ പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷൂട്ട് ചെയ്തത് കോളേജ് ക്യാമ്പസ് ഷൂട്ട് ചെയ്തത് ബാംഗ്ലൂരിൽ, പക്ഷെ ബാക്കി പാർട്ട് ഷൂട്ട് ചെയ്തത് ഡൽഹിയിൽ, ഇത് മറ്റേ ഇന്ത്യ ഗേറ്റും ഹോസ്പിറ്റലും ആ ബൈക്ക് റൈഡും ഒക്കെ. ഇതാണ് IIM-ന്റെ ഹോസ്റ്റൽ. ഹായ് ഗൈസ്, നമ്മൾ വ്ളോഗ് ആയിട്ട് ബാക്കിലാണ്. ബ്ലോഗർ ഓഫ് ഫയർമാൻ ഇതാണ് റെയിൻബോ ഫയർമാൻ. ഓ ഐ ലവ് യു മാ. നമ്മള് വളരെ ഫാമിലി ഫ്രണ്ട്ലി ഹോസ്റ്റലാണ്. പിന്നെ എന്തായിരുന്നു ശരിക്കും ഇത്? ഐ ലവ് യു മാ അത് തന്നെയാണ്, വേറെ ശരിക്കൊന്നുമില്ല. ആ ഗ്യാപ്പിൽ ഒരു സാധനം മിസ്സായിട്ടുണ്ട്. ഉന്മാദ്. ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എത്ര ഉള്ള എല്ലാവർക്കും ആൻസർ ചെയ്യാം. നിങ്ങളെ പേര്? സിദ്ധാർത്ഥ്. ഓക്കെ, സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് അല്ലേ? ഈ കാണുന്ന എല്ലാവരും സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആട്ടോ. പാംസോ? ഓക്കെ, പാംസ്. ഓക്കെ, പാമ്പ് ഗ്യാങ്ങിന്റെ പേരാണ് ഇവരുടെ. ഇവര് 8-10 പേരുണ്ട്. പ്രോഗ്രസീവ് അസോസിയേഷൻ ഓഫ് മലയാളീസ് ഇൻ ബാംഗ്ലൂർ. ഓക്കെ, എലീറ്റ് മലയാളീസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്. പാംസ് ആക്ച്വലി പാംസിന് വേറൊരു അർത്ഥമില്ല, ഡബിൾ മീനിങ്. ഓ ഹലോ സർ, ഒരു ഇന്റർവ്യൂ സർ പ്ലീസ്. പേരെന്താ? No covering flag members. സോറി. No covering flag members. Go. ഒരു പുതിയ ഗസ്റ്റ് ഉണ്ട്, അക്ഷയ്. IIMB-ൽ ഈ വർഷം വളരെ കുറഞ്ഞ എമൗണ്ട് വരെ പ്രൊഡക്റ്റിൽ ടെക്കിൽ കയറിയിട്ടുള്ളൂ. പ്രൊഡക്റ്റ് മാനേജ്മെന്റിൽ ടെക് ഫീൽഡിൽ നിന്നിട്ട് ഇന്റേൺഷിപ്പ് ആയിട്ട് കയറിയിട്ടുള്ളൂ. ഭയങ്കര റെയർ ആയിട്ട് വന്നു. അപ്പോൾ പ്രൊഡക്റ്റിലേക്ക് കയറാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ചെറിയ ഉപദേശം. അപ്പം പ്രോഡക്റ്റ് ആക്ച്വലി ഇപ്പം നിങ്ങൾ പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ് ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയി വരിക. ഇപ്പം ഞാനൊരു പ്രീവിയസ്ലി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ ആയിട്ട് വരും പ്രോഡക്റ്റ്. കാരണം ഞാൻ ഓൾറെഡി വർക്ക് ചെയ്ത പ്രോഡക്റ്റ് കമ്പനിയിലായിരുന്നു, പേര് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അപ്പം അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ അസോസിയേറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് മാനേജർ ആയിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് കുറച്ചൊരു പേഴ്സണലൈസ്ഡ് ആണ്. പിന്നെ മോർ ഓവർ കോഡിങ്ങിൽ നിന്ന് കുറച്ച് ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോഡക്റ്റുകൾ ഐഡിയാസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനാണെങ്കിൽ ആക്ച്വലി പ്രൊഡക്റ്റ് മാനേജർ കുറച്ച് നല്ലതായിരിക്കും തോന്നുന്നു. അത്രേ ഉള്ളൂ. നാഷണൽ പ്രൊഫഷനാണ്. MBA ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ് അതായിരുന്നില്ലേ? MBA ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ് അതാണ്. മോർ ഓവർ അതിനിപ്പോൾ ഒരു പേഴ്സണൽ ഓപ്പൺലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബിടെക് കൊണ്ട് മാത്രം ഇന്നത്തെ കാലത്ത് വലിയ ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. ഇവിടെ ഇപ്പോൾ ബിടെക് ആയിട്ട് വന്നിട്ട് തന്നെ അത്ര നല്ല പേരൊന്നും അല്ല, എല്ലായിടത്തും ബിടെക്കാ. അപ്പോൾ ഒരു കുറച്ചുകൂടി ഒരു നല്ല ഡിഗ്രി കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു. നിങ്ങൾക്ക് കുറെ IIMs ഓഫർ കിട്ടിയിട്ടുണ്ടാവില്ലേ? 2-3 മിനിമം. ബ്ലാക്കിൽ നല്ല കിട്ടി. അപ്പൊ ബി എന്തുകൊണ്ട് സെലക്ട് ചെയ്തു? എൻ്റെ ബെസ്റ്റ് ഓൾ അതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ABCയിൽ B മാത്രമേ കിട്ടിയുള്ളൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അതാണ്. പിന്നെ സെക്കൻഡ്ലി ബാംഗ്ലൂർ നല്ല അടുത്തുമാണല്ലോ. അതിനാണ് ബാക്കിയെല്ലാം. പിന്നെ കോഴിക്കോട് എനിക്ക് നിൽക്കേണ്ടത് തോന്നി. പിന്നെ ക്ലൈമറ്റ് അടിപൊളിയാണ്. ക്ലൈമറ്റ് അടിപൊളിയാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ ലൈഫ് അടിപൊളിയാണ്. എങ്ങനെയുണ്ട് നിങ്ങളെ കോളേജ് ലൈഫ്? അടിപൊളിയാണ്. ഭയങ്കര ഈ കോളേജിൽ വന്നതിന് ശേഷം ഏറ്റവും എൻജോയ് ചെയ്തത് കോളേജ് ലൈഫാണ്. കുറെ സ്ട്രെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും സ്ട്രെസ് ഒന്നുമില്ല. പ്ലേസ്മെന്റ് സമയത്ത് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. SIP സീസണിന്റെ ഒരു 1 month നല്ല സീനായിരുന്നു. ഇലക്ഷൻ എന്ത് ടെൻഷൻ, തോക്കാൻ വേണ്ടി നിന്ന ഇലക്ഷൻ. അപ്പൊ നമ്മൾ മലയാളികളോട് എല്ലാ ഇലക്ഷനും ഒരാൾ ജയിച്ചിട്ടുണ്ട്. സ്പോർട്സ് സെക്രട്ടറി ജയിച്ചിട്ടുണ്ട്. അവൻ നമ്മുടെ ഒപ്പം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അവൻ ജയിച്ചത്. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു, അവനും ഇതേപോലെ 8 വില പൊട്ടിയത്. SIP-യുടെ സമയത്ത് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു.
ആ സമയത്തും പക്ഷെ എല്ലാവരും ഞങ്ങളൊരു കമ്മ്യൂണിറ്റി പോലെ തന്നെ ആയിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം ഇവർക്കൊക്കെ നേരത്തെ കിട്ടിയായിരുന്നു. ഗസ്റ്റ് ശ്രീശങ്കറാണ്. അപ്പോൾ നമ്മൾ ബേസിക് ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ക്യാച്ച് ചെയ്ത് എഴുതിയതല്ല. കുറേ IIMs ഓഫർ വന്നിട്ടുണ്ടാവും ബ്ലാക്കിന്. അപ്പോൾ എന്തുകൊണ്ടാണ് IIM-B തന്നെ സെലക്ട് ചെയ്തത്? സോ ബി ചൂസ് ചെയ്യുന്നതിനകത്ത് ആക്ച്വലി ഞാൻ 3 ക്യാമ്പസും പോയി കണ്ടു ഇൻ്റർവ്യൂസിൻ്റെ ടൈമിൽ. അപ്പോൾ അതിനകത്ത് CA ആക്ച്വലി കുറച്ച് ഫിനാൻസ് ഫോക്കസ്ഡ് ആണ്. ഓക്കെ, CA എന്നാണ് വന്നത് നിങ്ങൾ? അല്ല CA എന്നല്ല, IIMC കൽക്കട്ട ആക്ച്വലി കുറച്ച് ഫിനാൻസ് ഫോക്കസ്ഡ് ആണ്. അപ്പോൾ അവിടുത്തെ ഒരു എന്താ പറയുക, ഇൻ്റർവ്യൂസിൽ എനിക്ക് ഫീൽ ചെയ്താൽ ഒരു ഭയങ്കര ഒരു മാത്ത് ഫോക്കസ്ഡ് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അപ്പം ബേസിക്കലി ഒരു 3 years വർക്ക് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ടച്ചൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എയിലെ എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്ത് എയിൽ കൂടുതലും ഫ്രഷേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട് പേര്. അതും ഇൻ്റർവ്യൂസിന് മീറ്റ് ചെയ്ത പലരും IIT മദ്രാസ് അല്ലെങ്കിൽ ഖരഗ്പൂരിൽ നിന്ന് പ്ലേസ്മെന്റ് കിട്ടി വരുന്നവരാണ്. സോ അവർ പറഞ്ഞത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകും. അപ്പോൾ അത്രയും ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡിലേക്ക് പോകുന്നതിനോട് എനിക്കൊരു ഇത്തരം വർക്ക് ചെയ്ത് നമുക്ക് പഠിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് ബേസിക്കലി. പിന്നെ കുറച്ച് ചില്ലിങ് എന്തായാലും വേണമല്ലോ, നമ്മൾ വർക്ക് വിട്ട് വരുന്നതേ കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും B ഒരു പെർഫെക്റ്റ് മിക്സർ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ A കുറച്ച് ടഫ് ആണെന്നാണോ പറഞ്ഞത്? കുറച്ച് ടഫായി, അവിടുത്തെ ഫീൽ ചെയ്തത് കുറച്ച് ടഫായിരിക്കും. ജസ്റ്റ് മിസ് ഗൈസ്. ആ ഒരു എൻവയൺമെന്റ് ഉണ്ട്. അതിൻ്റെ തന്നെ ടു ബി ഓണസ്റ്റ് ക്വാളിറ്റി വൈസ് കുറച്ചുകൂടി ബെറ്റർ ആണ്. ഐ വോണ്ട് എഗ്രി ദാറ്റ്. അതായത് ഇപ്പം കൂടുതൽ സ്റ്റാർട്ടപ്സ് ഉള്ളതോ അല്ലെങ്കിൽ കൂടുതൽ ഓണ്ടർപ്രണേഴ്സ് എല്ലാം തന്നെയേ ഉള്ളൂ. ആൻഡ് ദാറ്റ്സ് അവരവരുടെ കൊഹോർട്ട് ഭയങ്കര സ്മോൾ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഈ വർഷം ഫസ്റ്റ് ഇയേഴ്സ് വന്ന് 620 ഉണ്ട്. ഞങ്ങളുടെ ബാച്ചിൽ 600 ഉണ്ട്. സീനിയേഴ്സിൻ്റെ ടൈമിൽ 580 570 അങ്ങനെ. ഇവിടെ ഇന്ത്യ കൂടുതലാണ്ട് ഒരു കൊഹോർട്ട് എക്സ്പാൻഡ് ആയിരുന്നു. പിന്നെ വന്നു, അതുകൊണ്ടാണ് B ചൂസ് ചെയ്ത സംഭവം. ഞാൻ ആക്ച്വലി അഡ്മിഷൻ എടുത്താണ്. എനിക്ക് ആയിരുന്നു ഫസ്റ്റ് കോൾ വന്നത്. അപ്പം പോകേണ്ടത് അഡ്മിഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം അഡ്മിഷൻ എടുത്തു. പിന്നെ B കൺവേർട്ട് ആയതിനു ശേഷം B വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു. B കൺവേർട്ട് ആയതിനു ശേഷം ഞാൻ പിന്നെ ക്യാൻസൽ ചെയ്യായിരുന്നു. ഇവിടെ സ്റ്റുഡൻസ് യൂണിയൻ ഇലക്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ സ്റ്റുഡൻസ് അഫയേഴ്സ് കൗൺസിൽ എന്ന് പറയും. വലിയ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ഇല്ല, പാർട്ടീസ് ഇൻവോൾവ്മെന്റ്. അതായത് ഇതിന്റെ ഉള്ളിൽ കുറച്ച് മാനേജ് ചെയ്യാൻ കുറച്ച് പേരാണ്. അപ്പൊ നിങ്ങൾ സെലക്ട് പാർട്ടി ബേസിസ് അതിന് കൂടിയുള്ള ടൈം. ചെറിയൊരു ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ് ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ. അത് വെച്ച് ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ എപ്പോഴും പൊട്ടുന്നത് പറയുന്നത്. ഒരാൾ ജയിച്ചായിരുന്നു, പക്ഷെ അത് ഞങ്ങളുടെ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പിൽ ഇല്ല. അവൻ ആഴ്ചയില് 3 തവണ ഡ്രസ് കഴുകും. 3 തവണ? നിങ്ങളൊക്കെ അപ്പൊ ആഴ്ചയില് അത്ര ഡ്രസ്സല്ലേ ഉള്ളൂ. ക്ലാസ് ഹോസ്റ്റൽ ക്ലാസ്. സോ എങ്ങനെയുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ IIM-ലെ ലൈഫ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല സത്യം പറയാം, നമുക്ക് കള്ളം പറയണ്ട. നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ ടിൽ നവംബർ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഹെക്ടിക്. നമ്മുടെ സമ്മർ പ്ലേസ്മെന്റ്സ് നടക്കുന്നതൊക്കെ നവംബറിലാണ്. വന്നിട്ട് ഒരു 3-3.5 മാസമല്ലേ, അതുവരെ നല്ല ഹെക്ടിക് ആണ്. അതിനുശേഷം കുറച്ചുകൂടെ അല്ല, നമ്മൾ ആ 3 മാസം പണിയെടുത്ത് ചാവുന്നോണ്ട് പിന്നെ തോന്നുന്നു ആക്ച്വലി 3 മാസം കുഴപ്പമില്ല. പിന്നെ പക്ഷെ ഇപ്പൊ ആക്ച്വലി കുറച്ച് റിലാക്സ്ഡ് ആണ്. PPO കിട്ടുന്നവർക്ക് PPO കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി സെക്കൻഡ് ഇയർ പ്ലേസ്മെന്റ്സ് ആവുമ്പോ ആ ടോപ്പ് പിള്ളേരങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ കോമ്പറ്റീഷൻ കുറയില്ലേ? അതോ കുറെ പേരുണ്ട്. എല്ലാം ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻ. എല്ലാം ഓരോ മൊത്തത്തിൽ ഇപ്പൊ ഭയങ്കര ഫക്ടപ്പ് മാർക്കറ്റ് കണ്ടീഷൻ അല്ലേ? ബെറ്ററായി തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ വർഷം സമ്മർ ഇന്റേൺഷിപ്പ് വാസ് വെരി ബാഡ്. ഓക്കെ, 2022 ടെക്സ്റ്റ് ലോഡ് ഔണ്ട് ഭാഗമായിട്ട്. സോ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും ഉള്ള. വൈ MBA? എന്തിനാണ്? ഇൻഡിവിജ്വൽ ആണ്, എല്ലാവരും പറയണം, സത്യം പറയണം. നല്ല ശമ്പളം, കാശ്. ഓക്കെ, സ്വിച്ചിങ്, നല്ല ശമ്പളം. ഞാനൊരു നീഷ് ഡിഗ്രിയാണ് എടുത്തത്. സോ അപ്പൊ എനിക്ക് ഓപ്ഷൻസ് ലിമിറ്റഡ് ആണ്. വൺസ് എനിക്ക് ആ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യണം തോന്നുമ്പോൾ MBA നല്ലൊരു ഓപ്ഷനാണ്. കാരണം വേറെ ഒന്നിലും പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബേസ് ഇല്ലാതെ പോകാനും പറ്റില്ല. MBA ആകുമ്പോഴത്തേക്കും കുറച്ച് ജനറൽ ആണല്ലോ. MBA ആണെങ്കിലും IIM-B തന്നെ കിട്ടിക്കും. അതാണ് അല്ല, നിങ്ങൾക്ക് റിജക്ട് ചെയ്ത് വന്നു മാസം അടിച്ചാലോ. ഞാനൊരു ഗവൺമെന്റ് ജോബിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അവിടുത്തെ ഒരു എന്താ പറയാ മണ്ടൈൻ അല്ലെങ്കിൽ മോണോട്ടോണസ് രീതി ഇഷ്ടപ്പെടാത്തോണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. എല്ലാരും ഡ്രീമാണ് ഗവൺമെന്റ് ജോബ് കിട്ടാൻ. അത്ര വലിയ അക്കരെ പച്ച എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പൊ അപ്പുറത്തുള്ളപ്പോ അറിയാം, അത്ര വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ ഒരു റൊട്ടീൻ വർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തോണ്ട് something new, exploring something new. So thank you seniors for solving all the doubts of students. ठीक है? Okay.
ഒരു സെപ്റ്റംബറിലെങ്കിലും പഠിച്ചു തുടങ്ങിയാൽ എന്തെങ്കിലും ഒരു രക്ഷ ഉണ്ടാവും. നവംബറിലെ എക്സാമിന് സെപ്റ്റംബറിൽ എങ്കിലും വേഴ്സ് കേസ് 2 മാസം കൊണ്ടും ഒരു 3 മാസം കേട്ടോ. 30 മോക്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ എന്നുവെച്ചാൽ ഇതിലെ മാത്സ് 10th സ്റ്റാൻഡേർഡ് മാത്സ് ആണ്. ഓക്കെ. അപ്പൊ സ്പീഡ് പിന്നെ നമ്മുടെ സ്ട്രെങ്സും വീക്ക്നെസ്സും എവിടെയാണെന്ന് തിരിച്ചറിയുന്നതിലാണ് കാര്യം. അപ്പം 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിലൊരു 50% ക്വസ്റ്റ്യൻ ചെയ്താലും നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് കോളേജിൽ എത്തും. പക്ഷെ ആ 50 ക്വസ്റ്റ്യൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ. അത് കണ്ടുപിടിക്കുന്നതിന്റെ സമയത്ത് ചിലപ്പോൾ നമുക്ക് 30 ചെയ്യാൻ പറ്റുള്ളൂ. സോ അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ 4 മാസം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും എന്തായാലും അറ്റംപ്റ്റ് ചെയ്യാനാണ് IIM ബാംഗ്ലൂരിലെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഇവിടെ പറയുന്നത്. ടോപ്പ് സ്റ്റുഡൻസ് ഇന്ത്യയിലെ ഇപ്പൊ നിലവിലുള്ള, അതും കേരളത്തിൽ നിന്ന്. ഇവരെല്ലാവരും നമ്മള് പോഡ്കാസ്റ്റ് ചാനലിൽ ഇന്റർവ്യൂസ് ഒക്കെ ആയിട്ട് കൊണ്ടുവരാൻ നോക്കും. ഇവരുടെ ഫ്രീ ടൈം അനുസരിച്ചായിരിക്കും നമ്മളിത് ചെയ്യാം. അപ്പോ എന്തായാലും എല്ലാവരും ഫ്രീ ആണെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ ഡ്രസ്സൊക്കെ പോയി. പക്ഷെ എന്നാലും നമ്മളിതൊക്കെ നോക്കിയിട്ട് എന്തായാലും കൊണ്ടുവരാം. അപ്പൊ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, 100K എത്തിക്കണം. 100K എത്തിക്കണം. കമോൺ ഗൈസ്, അടിച്ചു കയറി വാ.